ഗോപാൽ ഷീല സനൽ ചേരുന്നുണ്ട്. ഗോപാൽ, അതായത് ഇപ്പോൾ സിസ തോമസിന്റെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു റദ്ദാക്കുന്ന നടപടിയിലേക്ക് കടന്നിട്ടില്ല എന്ന് തന്നെയാണല്ലേ? അതെ, ഇപ്പോൾ സിൻഡിക്കേറ്റും വിസിയും രണ്ട് തട്ടിൽ തന്നെയാണ് എന്ന തരത്തിലേക്കുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം വിസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ വിസിയുടെ നിലപാട് പ്രകാരവും BJP സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിലപാട് പ്രകാരവും യോഗം പിരിച്ചുവിട്ടതിനു ശേഷമാണ് വിസി പുറത്തിറങ്ങിയത് എന്നും അതിനുശേഷം അവിടെ നടക്കുന്നത് മറ്റേതെങ്കിലും തരത്തിലേക്കുള്ള ഒരു യോഗമാകാം എന്നുമാണ് വിസി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതായത് സിൻഡിക്കേറ്റ് സസ്പെൻഷൻ നടപടി റദ്ദാക്കിയ ആ തീരുമാനത്തെ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത്തരത്തിലേക്ക് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നും താൻ ഇറങ്ങിപ്പോയതിനു ശേഷം എടുത്ത അല്ലെങ്കിൽ സ്വീകരിച്ച നടപടികൾ പൂർണ്ണമായും അനൌദ്യോഗികമാണെന്നും അതൊരു തീരുമാനത്തിന്റെ സ്വഭാവത്തിലുള്ളതല്ല എന്നുമാണ് ഇപ്പോൾ വൈസ് ചാൻസലർ സിസ തോമസ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് ഈ സത്യവാങ്മൂലം തയ്യാറാക്കുക എന്ന ഒറ്റ അജണ്ട വെച്ച് മാത്രമാണ് യോഗം ചേർന്നിരുന്നത്. അതിൽ സസ്പെൻഷൻ നടപടി ആലോചിക്കലോ പുനഃപരിശോധനയോ ചർച്ചയോ ഒന്നും വിഷയമല്ലായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സ്റ്റാൻഡിംഗ് കൌൺസിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. ആ സത്യവാങ്മൂലം ഇന്ന് വിസി ടേബിൾ ചെയ്തതിനു ശേഷം അതിന് എന്തെങ്കിലും തരത്തിലേക്കുള്ള മാറ്റം കൊണ്ടുവരേണ്ടതുണ്ടോ, മാറ്റം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്ന വിഷയം മാത്രമാണ് ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വിരുദ്ധമായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഈ സസ്പെൻഷൻ നടപടി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് വൈസ് ചാൻസലറും അതിനോടൊപ്പം തന്നെ BJP സിൻഡിക്കേറ്റ് അംഗങ്ങളും ആരോപിക്കുന്നു. എന്നാൽ അതിന് വിസി വഴങ്ങിയില്ല. സസ്പെൻഷൻ നടപടി ചർച്ച ചെയ്യുന്നത് ഈ യോഗത്തിന്റെ അജണ്ടയിൽപ്പെട്ടതല്ല എന്നും ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ തന്നെ അതിൽ തീരുമാനമെടുക്കാൻ സിൻഡിക്കേറ്റിന് സാധിക്കുകയില്ല എന്നുമാണ് ഇതിൽ വിസി നിലപാടെടുത്തത്. അങ്ങനെ ഒരു ചർച്ച ഉണ്ടാകണമെങ്കിൽ നാളെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചതിന് ശേഷം ആ ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന പ്രകാരം ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം മറ്റൊരു സിൻഡിക്കേറ്റ് യോഗം വിളിക്കാമെന്ന് വിസി അറിയിച്ചു. എന്നാൽ ഇടതംഗങ്ങൾ അതിന് വഴങ്ങിയില്ല. സസ്പെൻഷൻ നടപടി അത് സിൻഡിക്കേറ്റിന്റെ വിവേചനാധികാരമാണ്, അതിൽ വിസി കടന്ന് ഇടപെടുകയാണ് ചെയ്തത്, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് തുടർന്നു. അതിനെ തുടർന്ന് യോഗം പിരിച്ചുവിട്ടതായി, യോഗത്തിന്റെ അജണ്ടകൾ പൂർത്തിയാക്കാൻ സാധിക്കാത്തതിനാൽ തന്നെ യോഗം പിരിച്ചുവിട്ടതായി സിൻഡിക്കേറ്റ് യോഗത്തിൽ വൈസ് ചാൻസലർ സിസ തോമസ് അറിയിച്ചു. തുടർന്ന് വിസി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. TV പ്രസാദ് കൂടി ചേർന്നുണ്ട്. TV പ്രസാദ്, അതായത് ആദ്യം വന്ന തീരുമാനം അനുസരിച്ച് സസ്പെൻഷൻ റദ്ദാക്കി എന്നുള്ളതാണ് രജിസ്ട്രാറുടെ. പക്ഷേ ഇപ്പോൾ സിസ തോമസ് വിശദീകരിക്കുന്നത് നേരെ തിരിച്ചാണ്. അങ്ങനെ ഒരു ചർച്ചയിലേക്ക് കടക്കാൻ പോലും തയ്യാറായിരുന്നില്ല. അതിനുശേഷം ഈ ഒരു സിൻഡിക്കേറ്റ് യോഗം പിരിച്ചുവിട്ടാണ് താൻ ഇറങ്ങി വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ അവിടെ? ശ്രുതി, നിയമപരമായ ഒരുപാട് പ്രശ്നങ്ങളിലേക്കാണ് ഇത് കടക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ്. സിൻഡിക്കേറ്റ് എന്തായാലും ഉറച്ചു പറയുന്നത് ആ സസ്പെൻഷൻ റദ്ദാക്കി എന്ന് തന്നെയാണ്. മാത്രമല്ല, സംഭവത്തെക്കുറിച്ച് പരിശോധിക്കാൻ ഒരു സമിതിയെ നിയോഗിച്ചതായും സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നു. വലിയ ബഹളമാണ് യോഗത്തിൽ ഉണ്ടായത് എന്ന കാര്യം വസ്തുതയാണ്. വലിയ തർക്കത്തിലേക്ക് ഇത് കടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും താൽക്കാലിക ചുമതലയുള്ള സിസ തോമസ് ഇപ്പോൾ പുറത്തിറങ്ങി പറയുന്നു, ഇത് സിൻഡിക്കേറ്റ് യോഗമായി പോലും പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കോടതിയിൽ എന്ത് നിലപാടെടുക്കും എന്നത് സംബന്ധിച്ചുമുള്ള ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സിസ തോമസിൻ്റെ വാക്കുകൾ കൂടി എടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കോടതിയിൽ പറയാൻ പോകുന്നത് എന്താണ് എന്ന കാര്യത്തിൽ കൂടി അവ്യക്തത നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ വൈസ് ചാൻസലർ എടുത്ത തീരുമാനമാണ് ആ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. ആ സസ്പെൻഷൻ നിലനിൽക്കില്ല എന്ന് ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലെ ഭൂരിപക്ഷ വിഭാഗം പറയുകയും ചെയ്യുന്നു. പക്ഷേ അത് സിൻഡിക്കേറ്റ് യോഗമായി പരിഗണിക്കാൻ കഴിയില്ല എന്ന് സിസ തോമസ് പറയുകയും ചെയ്യുന്നു. ഒരു വിഭാഗം, സിസ തോമസ് ഉൾപ്പെടെയുള്ളവർ സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷമാണ് ഈ അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്യുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, സർവകലാശാലയിൽ സംഭവിക്കുന്നത് വലിയ നിയമപ്രശ്നത്തിലേക്കും കോലാഹലങ്ങളിലേക്കും നീങ്ങും എന്ന കാര്യം ഉറപ്പാണ്. കാരണം നേരത്തെ തന്നെ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും വിദഗ്ധരുടെ നിഗമനങ്ങളും എല്ലാം പുറത്തു വന്നതാണ്.